ഖത്തർ സന്ദർശനത്തിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തർ അമീറിനെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു. ബുധനാഴ്ച രാത്രിയോടെ ദോഹയിലെത്തിയ പ്രധാനമന്ത്രി ഖത്തർ വിദേശകാര്യമന്ത്രി അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി മറ്റു ഉന്നതതല പ്രതിനിധികൾ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് ഇന്ത്യയിലേക്ക് മടങ്ങിയത്. UAE സന്ദർശനം പൂർത്തിയാക്കി ബുധനാഴ്ച രാത്രിയോടെ ദോഹയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തർ വിദേശകാര്യമന്ത്രിയും പ്രധാനമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനിയുമായാണ് ആദ്യം കൂടിക്കാഴ്ച നടത്തിയത്. വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണവും ഉഭയകക്ഷി ബന്ധവും മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഇരു നേതാക്കളും കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തു. തുടർന്ന് ഖത്തർ വിദേശകാര്യമന്ത്രിയുടെ അത്താഴ വിരുന്നിലും മോദി പങ്കെടുത്തു. ഇന്നുച്ചയോടെ അമീരി ദിവാനിൽ ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയുമായി കൂടിക്കാഴ്ച നടത്തിയ മോദി വൃത്തിക്കുറ്റം ആരോപിച്ച് ഖത്തറിൽ തടവിലായിരുന്ന 7 ഇന്ത്യൻ നാവികരെ മാപ്പ് നൽകി വിട്ടയച്ചതിൽ ഖത്തർ അമീറിന് നന്ദി അറിയിച്ചു. വ്യാപാരം, നിക്ഷേപം, ഊർജം, ബഹിരാകാശം, സാംസ്കാരികം തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ഖത്തറും ഇന്ത്യയും തമ്മിലുള്ള പ്രാദേശികവും അന്തർദേശീയവുമായ വിഷയങ്ങളിലും ഖത്തർ അമീറുമായി ചർച്ച നടത്തിയതായും ചർച്ച ഫലപ്രദമായിരുന്നുവെന്നും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം സെക്രട്ടറി വിനയ് മോഹൻ ഖത്ര പിന്നീട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കൂടിക്കാഴ്ചയ്ക്കിടെ ഖത്തർ അമീറിനെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചതായും വിദേശകാര്യ സെക്രട്ടറി അറിയിച്ചു. അമീറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വജിബ പാലസിൽ അമീറിന്റെ ഉച്ചവിരുന്നിൽ പങ്കെടുത്ത ഇന്ത്യൻ പ്രധാനമന്ത്രി പിതാവ് അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനിയെയും സന്ദർശിച്ചു. ഇന്ത്യയും ഖത്തറും തമ്മിലുള്ള ബന്ധം പുതിയ ഘട്ടത്തിലേക്ക് കടക്കുന്നതായി അമീർ പിന്നീട് ട്വീറ്റ് ചെയ്തു. 2016 ജൂണിലായിരുന്നു നരേന്ദ്രമോദിയുടെ ആദ്യ ഖത്തർ സന്ദർശനം. അൻവർ പാലേരി, 24, ദോഹ.